ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ കുണ്ണുമാവയുടെ ബർത്ത്ഡേ വ്ലോഗാണ് ഹാപ്പി ബർത്ത്ഡേ ടു മീ കാണാൻ പോകുന്നത്. പ്രായം കൂടുമ്പോൾ നട്ടപ്പരാന്ത് ഇപ്പോഴും അടുത്ത ദിവസം ആയിട്ടില്ല. ഇന്ന് 14-ാം തീയതി 7 മണിക്ക് 20 മിനിറ്റ് ആവണേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്തില്ല. അവർ വേറൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു, അതല്ലാതെ ബർത്ത്ഡേ അനുബന്ധിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു എക്സ്പീരിയൻസ് കൊടുക്കുന്നത് ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. എനിക്കും ഒന്നും കൂടെ ഇഷ്ടം എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മളിപ്പോൾ ഹേസ് ആൻഡ് ഗൈഡ്സ് ഇരിക്കുകയാണ്, റിസോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ എനിക്ക് വേറെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു, കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ്, ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ 1 2 പിന്നെ 3. ഇത് കണ്ടോ, 3 സാധനങ്ങൾ എടുക്കത്. അത് എടുത്തിട്ട് എനിക്ക് താ, അത് വെളുക്കട്ടെ അപ്പൊ തരാം പ്ലീസ്. എന്തിനാ അങ്ങനെ കാത്തുക്കുന്നത്? എനിക്ക് താ. കാത്തുക്കുന്നതാ, തരട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, എനിക്കിങ്ങനെ എക്സൈറ്റ്മെന്റ് വെച്ചിരിക്കാനാണ്. അല്ല ഇത് ഒരു മിനിറ്റ്. അപ്പോൾ നമ്മ ഇതാ കൊടുക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് തരാം ഞാൻ. ഇതെന്താണെന്ന് ഇനി ഐഡിയാസ് എനിക്ക് എടുക്കരുതേ. ഞാൻ തൊട്ട് നോക്കട്ടെ? തൊട്ട് നോക്കണ്ട. തൊട്ട് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ. എനിക്ക് കണ്ടിട്ടും കൂടെ ഫോട്ടോ പോലെ തോന്നുന്നു. ഫോട്ടോ പോലെ? ഫോട്ടോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുമോ? ഇല്ല. പിന്നെന്തായിരിക്കും? ഒരു ഹിന്റ് താ, ഒരു ക്ലൂ താ. ക്ലൂ ഇല്ല. ഇല്ല, ക്ലൂ തരാന്ന് പറഞ്ഞീനു. എന്നാ ഇതില് എന്റെ മാത്രം സാധനങ്ങളല്ല, വേറെ കുറച്ച് ആൾക്കാരും കൂടെ തന്ന സാധനങ്ങളാണ്. ആദ്യം നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം. ഒരു ഗസ്സും ഇല്ല. ഫോട്ടോ തിരിച്ചൊന്ന് നോക്കിയേക്കത്. ഒച്ചത്തിൽ വായിക്കരുത്, ഒച്ചത്തിൽ വായിക്കരുത്. What? Are you serious? നോക്ക്, അത് ഞാൻ ചെയ്തല്ല, അതില് പേര് എഴുതിയേക്കണ ആള് തന്നെ അയച്ചു തന്നതാ. What the hell? തുറക്ക്. Yes. Oh. ഓർഡറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. What the hell? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. This is the best gift ever. എനിക്ക് വേണമെങ്കിൽ ഇത്തിരി വേണമെങ്കിൽ പറയാം, എന്തെങ്കിലും പറയണമെങ്കിൽ. Okay, I miss everyone right now. അത് എഴുതിയ ആളെ മിസ് ചെയ്യുന്നുണ്ട്. Yes. ഞാനിത് ലാഗ് അടുപ്പിക്കുന്നില്ല. ഇല്ല, ബേബി ലാഗ് അടുപ്പിച്ച ബേബി എന്തോടെല്ലാം ചെയ്തോ, ഒരു കുഴപ്പമില്ല. This is like ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഇത് വീഡിയോ അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ എം സോ ഇമോഷണൽ പ്ലസ് ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല.
എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്താ പറഞ്ഞൂടാ, എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് വേർഡ്സ് ഇല്ല എക്സ്പ്രസ് ചെയ്യാൻ. കണ്ണ് നിറയുന്നുണ്ടോന്നൊരു സംശയം. അതൊന്നുമില്ല. ഉവ്വ ഉവ്വ. എനിക്ക് അടുത്തടുത്തുണ്ടാ. നെക്സ്റ്റ് ഇത് ഞാൻ പീസ്ഫുള്ളി വായിക്കണം, എനിക്ക് അതാണ്. ഓ ഞാൻ എന്താ ചെയ്യാ? അത് ഫ്രണ്ട് കാണിച്ചേ. 2 ഉണ്ട്. ഓ ഓ മൈ ഗോഡ്, ഞാൻ എങ്ങനെ വായിക്കും? യെസ് എക്സാക്ട്ലി. ഒന്ന് പോയി. നോ, അത് വേറെ ആരടുത്തുനിന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഐ കാൻറ്റ് ഡു ദിസ്. ഇല്ല, വേവി എക്സ്പെക്ട് ചെയ്യുന്ന ആളുടെ അടുത്തൊന്നല്ല. ഓക്കെ, പറഞ്ഞോ. യു നോ റൈറ്റ് നൗ എനിക്കെന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ടു ബി. A very big hug. രണ്ടാൾക്ക് മേലോട്ട് നോക്കിയേ. മേലോട്ട് നോക്കിയേ, മേലോട്ട് നോക്കിയേ. എന്താ മേലോട്ട് നോക്കിയേ. എന്താ? ആ മതി. കണ്ണ് ടെസ്റ്റ് ചെയ്തതാ. എനിക്ക് അതും കൊടുത്താ. അത് 2 വെച്ച് നോക്കുമ്പോ ഇതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതാൻ വിട്ടുപോയി. ഇവളോട് ബാക്ക്ഗ്രൗണ്ടും എല്ലാം ആയിട്ട് ഞങ്ങൾ ചെയ്തു തന്നതാ. We will meet before you turn 55 അല്ലേ? അതിന്റെ മുന്നേ നമ്മൾ കാണണം. എനിക്ക് തല ഇറങ്ങുന്ന സത്യത. അത് പേപ്പറായിട്ട് വെച്ച് നശിപ്പിച്ചളായിട്ടാന്ന് എഴുതിയിട്ടൊക്കെ അങ്ങനത്തെ ഒരു ഷീറ്റിലെടുപ്പിച്ച. ഇങ്ങനത്തെ നന്നായി, അല്ലെങ്കിൽ പേപ്പറിൽ മയഞ്ഞു പോകുമല്ലോ. എവിടെ നിന്റെ കരച്ചിൽ? ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗേളിന് ഗിഫ്റ്റ് കിട്ടിയാലുള്ള അവസ്ഥ. ഓ പിന്നെ ഗിഫ്റ്റ് ഇഷ്ടായി. എനിക്ക് എനിക്ക് കിട്ടിയതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആണ്. ഇതെല്ലാ കൊല്ലം പറയാനുണ്ടല്ലോ. ഇല്ല ഞാൻ പറഞ്ഞ ബെസ്റ്റ് ഗിഫ്റ്റ്. What do you feel? വയറെന്ന് പറഞ്ഞു, മനസ്സെന്ന് പറഞ്ഞു, സന്തോഷായി. അതിനാണ് കരഞ്ഞ? ഞാൻ കരഞ്ഞില്ലല്ലോ. തെളിവണ്ടിട്ടാ. ഓ പിന്നെ വാടി, ഓ പിന്നെ വാടി അഭിനയ സിംഹോട്. ഞാൻ എന്റെ ജക്കൂസിൽ കുളിക്കാൻ പോകും. അയ്യോടി, ഇനി അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കരയാനായിരിക്കും. അതാവും ആരും അറിയില്ലല്ലോ. ഓ പിന്നെ നമ്മളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതിന്റെ ഹാങ് ഓവറിലാണ് ഇപ്പോ. എന്തത്? ഹണിമൂൺ അല്ലേ?
അതെ അതെ. അപ്പൊ ഗിഫ്റ്റൊക്കെ തന്നു. എങ്ങനെയാ തോന്നുന്നു ഇപ്പൊ? വാട്ട് ഡു യു ഫീൽ ദ ഫീൽ? ഫീൽ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്തോ നിധിയൊക്കെ കിട്ടിയ ഫീലായിരുന്നു. നല്ല ഫീലായിരുന്നു. ഐ ഫെൽ ടു ഞങ്ങളുടെ ഐഫോൺ എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറ്റൂല. സോ യെസ്, അത് ഞാൻ ഓൾറെഡി കൊടുത്തു. അതാണ് സംഭവം. അപ്പൊ കുറച്ച് ആനന്ദ കണ്ണീരൊക്കെ വന്നു. ഞാൻ ജക്കൂസിൽ കരയുന്ന ടൈപ്പ് ഒന്നും അല്ല. അപ്പൊ കരച്ചിലൊക്കെ വന്നു. തീരെ കരയൂല. ഞാനാണെങ്കിൽ ഇങ്ങനെ കരയും. പക്ഷെ ഇവള് ഞാനെന്താ അറിയോ, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല വെച്ചാ, ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനത്തെ ഒരു ലെറ്റർ. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടും കൂടിയില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ഞാനിങ്ങനെ എന്താണ് ഇവള് വാങ്ങുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ സ്പൈ ചെയ്ത് നടക്കുമായിരുന്നു. ഈ ബർത്ത്ഡേ ഞാൻ വിചാരിച്ചു ഓൾ എന്തെങ്കിലും ചെയ്യട്ടെ, കാരണം എപ്പോഴും ഇവള് കണ്ടുപിടിക്കും. അപ്പൊ എനിക്ക് ഒരു വിഷമം, അതിലൊരു സസ്പെൻസ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പോയി കണ്ടുപിടിച്ച് അപ്പം എനിക്കൊരു സർപ്രൈസ് പോലെ ഫീൽ ചെയ്യണമല്ലോ. അപ്പം ഞാൻ എന്താക്കിയില്ല, ഞാൻ നോക്കിയില്ല, എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ അങ്ങനെ വിചാരിച്ച്. അങ്ങനെയാണ് കണ്ടപ്പോ എന്താ പറയാ, സങ്കടം സന്തോഷം എന്തൊക്കെ വരുന്നതെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അതായിരുന്നു എനിക്ക് സംഭവിച്ചത്. എന്തായാലും ഇഷ്ടായില്ലേ? ഭയങ്കര ഇഷ്ടമായി. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്.